വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂപ്പ് എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ, പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അതായത് ബ്രേക്ക്, അതുപോലെ തന്നെ കണ്ടിന്യൂ, ഇതിൻ്റെയൊക്കെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എല്ലാം എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ കോഡ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ, അതുപോലെ തന്നെ ഡയഗ്രാം എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം എന്താണ് ലൂപ്പ് എന്ന് പറഞ്ഞുതരാം. ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് കോഡ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യണം, റൺ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാം പ്രിന്റ് എഫിൽ. ഓക്കെ, ഇപ്പോൾ ഇതിനെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രാവശ്യം. ഓക്കെ, ഇവിടെ ഒരു സെമി കോളം മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു പ്രാവശ്യം ഇപ്പോൾ റൺ ചെയ്യിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെയിം കോഡ് തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും എഴുതണം. ഓക്കെ, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെയിം കോഡ് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് 3 പ്രാവശ്യം വീണ്ടും എന്ത് ചെയ്തു, റൺ ചെയ്തു. ഇനി നമുക്ക് എത്ര പ്രാവശ്യം ഇങ്ങനെ പ്രിന്റ് എഫ് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ടൈംസ് എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യിക്കാൻ പറ്റും. പക്ഷെ ഇതിന് പകരം നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ഓഫ് കോഡ് നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ലൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ വരുന്നതാണ് എന്ത്, എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, അതുപോലെ തന്നെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഓക്കെ, ഈ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും, കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ അത് ട്രൂ ആണ് എങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതാക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കേർലി ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യും. അതിനകത്ത് എന്താണ് കോഡ് എഴുതുന്നത് അതായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻട്രി കൺട്രോൾ ലൂപ്പിൽ നടക്കുന്നത് എന്താ, ആദ്യം കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തതിന് ഓക്കെ ഇത് ട്രൂ ആണ്, ഓക്കെ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു കോഡ് റൺ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ വരുന്നതാണ് ഏതൊക്കെ, ഫോർ ലൂപ്പ്, അതുപോലെ തന്നെ വൈൽ ലൂപ്പ്. ഇനി വരുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നതാണ് ഡു വൈൽ ലൂപ്പ്. ഇവിടെ നടക്കുന്നത് ആദ്യം ഒരു പ്രാവശ്യം എന്ത് ചെയ്യും, കോഡ് വർക്ക് ചെയ്യും. അതായത് ബ്ലോക്കിനകത്ത് നമ്മൾ എന്താണോ കോഡ് കൊടുത്തിട്ടുള്ളത് അത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ലൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ ആണ്. അതായത് എന്ത് ചെയ്യും, നമുക്കൊരു വേരിയബിളൊക്കെ ഉണ്ട്, ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇനീഷ്യലൈസ് ചെയ്യും. എത്രയാണോ അതിന് ഒരു വാല്യൂ ഒക്കെ നമ്മൾ കൊടുക്കും. എന്നിട്ട് നടക്കാൻ പോകുന്ന അവിടെ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് ഞാൻ കോഡിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് റെഫറൻസിന് നോക്കിയാൽ മതി. ഓക്കെ, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എത്രയാണ്, നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കോഡ് എഴുതി വെച്ചിട്ടുള്ളത് അതൊക്കെ റൺ ചെയ്യും. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മളവിടെ എക്സ്പ്രഷൻ എന്താണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഒരു വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഐ എന്ന് പറയുന്ന ലൂപ്പിന് എന്തെങ്കിലും വേരിയബിൾ നെയിമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഓരോ പ്രാവശ്യവും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇവിടെ ടെസ്റ്റ് കണ്ടീഷൻ്റെ അവിടെ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നേരെ ഈ ഒരു ലൂപ്പിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത് വേറൊരു കാര്യം നോക്കാം. എന്താണ്, ഓക്കെ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഫോർ ലൂപ്പ്, ഈ ഫോർ ലൂപ്പിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളിവിടെ പ്രിന്റ് എഫ് മൾട്ടിപ്പിൾ ടൈംസ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടും. അപ്പോൾ അതിന് ഫോർ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുക, ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് ഇനീഷ്യലൈസേഷൻ ചെയ്യാണ്. ഓക്കെ, ഇൻ്റെ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ കൊടുക്കുന്നു. ഐൻ്റെ വാല്യൂ
എത്രയാ, നമുക്ക് 1 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുത്ത്, ഓക്കെ, നമ്മുടെ കോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എത്ര പ്രാവശ്യം നമ്മുടെ കോഡ് വർക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോർ ലൂപ്പിനകത്ത് കണ്ടീഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു i++ എന്ന് കൊടുത്താണ് എന്ത്, അപ്ഡേഷന്. നമ്മൾ ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂവിനെ എന്ത് ചെയ്യും, ഓരോ ടൈമിലും അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ഇനി പ്രിൻ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഹലോ വേൾഡ് എന്ന് കൊടുത്ത് ഞാൻ /n എന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് ലൈനിൽ അത് പ്രിൻ്റ് ചെയ്യും. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 10 പ്രാവശ്യം ഇതെന്ത് ചെയ്യും, ഈ ഒരു ലൈൻ ഓഫ് കോഡ് റൺ ചെയ്യും. ഇപ്പം ഇങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് എത്ര പ്രാവശ്യമാണോ വേണ്ടത് അത്രയും പ്രാവശ്യം റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആദ്യം ഇനീഷ്യലൈസ് ചെയ്യുന്നു, പിന്നെ കണ്ടീഷൻ, പിന്നെ അപ്ഡേഷൻ, പിന്നെ വീണ്ടും എന്താ ചെയ്യുക, പിന്നെ ഇനീഷ്യലൈസ് ചെയ്യില്ല, പിന്നെ ആ കണ്ടീഷനിൽ ചെക്ക് ചെയ്യും അപ്ഡേറ്റ് ചെയ്ത വാല്യൂ എന്താണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്നിങ്ങനെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴാണോ അത് ഫാൾസ് ആവുന്നത് ആ ഒരു ടൈമിൽ ഇതെന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് നമുക്ക് വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, വൈൽ ലൂപ്പ് നോക്കുമ്പോൾ വൈൽ ലൂപ്പിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഇനീഷ്യലൈസേഷനൊക്കെ ചെയ്യുന്നുണ്ട്, അത് ലൂപ്പിന് പുറത്തായിരിക്കും ആദ്യം ചെയ്യുക. എന്നിട്ട് കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ബോഡിയിൽ എന്താണോ ഉള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യും, ആ ഒരു കോഡ് റൺ ചെയ്യും. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴാണോ അത് ഫാൾസ് ആവുന്നത് അപ്പോഴായിരിക്കും എന്ത് ചെയ്യുക, വൈൽ ലൂപ്പ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രോഗ്രാമിൽ ചെയ്യുക എന്നുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർ ലൂപ്പിന് ഒഴിവാക്കിയിട്ട് ഇവിടെ ഇൻഡ് ഐ അസൈൻ എന്ത് ചെയ്യാം, ഞാൻ 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുക, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കൊടുത്ത്, അതുവരെ ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രിൻ്റ് നമുക്ക് ഹലോ വേൾഡ് തന്നെ പ്രിൻ്റ് ചെയ്യാം. ഇവിടെ ഞാൻ /n എന്നുകൂടി കൊടുക്കുന്നു. ഇവിടെ ഇതിനകത്ത് ഈ ബ്ലോക്ക് ഓഫ് കോഡ്, ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ വൈലിന് ഞാനിപ്പം ഇവിടെ മാർക്ക് ചെയ്ത് പ്രിൻ്റ് എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്തിട്ടുള്ള കർലി ബ്രാക്കറ്റ് ഇതാണ്. ഇതിനകത്ത് എന്താണോ എഴുതുന്നത് ഇതാണ് എന്ത്, ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എഴുതുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര പ്രാവശ്യമാണോ റൺ ചെയ്യിക്കേണ്ടത് അത്ര പ്രാവശ്യം നമുക്ക് റൺ ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇനീഷ്യലൈസേഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വൈൽ ലൂപ്പിൻ്റെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, വൈൽ ലൂപ്പിൻ്റെ ഒരു ബ്രാക്കറ്റ് കോൾ ചെയ്യുന്നത് കണ്ടോ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ഒരു വാല്യൂ പാസ് ചെയ്തിട്ടുള്ളത്, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് ചെക്ക് ചെയ്യും ഓരോ ടൈമിലും. എന്നിട്ട് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. എവിടെ, പ്രിൻ്റ് ഹലോ വേൾഡ് ഒക്കെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനകത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അപ്ഡേഷനും നടക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ 5 പ്രാവശ്യം റൺ ചെയ്ത്. ഇത് നമുക്ക് എത്ര പ്രാവശ്യമാണെങ്കിലും 10 പ്രാവശ്യമോ എത്രയാണ് നമ്മളെ ആവശ്യമുള്ളതെങ്കിൽ അതുപോലെ തന്നെ ഇത് റൺ ചെയ്യിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് പഠിക്കാം, ഡു വൈൽ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഡു വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്, ഇതിൻ്റെ ഒരു പ്രാവശ്യം ഈ ഒരു കോഡ് റൺ ചെയ്തതിന് ശേഷം പിന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ആദ്യം ലൂപ്പ് ബോഡിയിലുള്ള കണ്ടന്റ് എന്താണോ അത് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തതിന്, അതായത് റൺ ചെയ്തതിന് ശേഷം വീണ്ടും പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, ആ ബോഡിയിലുള്ള കണ്ടന്റ് വീണ്ടും റൺ ചെയ്യും. അതുപോലെ തന്നെ ഇത് പ്രോസസ്സ് റിപ്പീറ്റഡ് ആയിട്ട് നടക്കും. എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡു വൈൽ ലൂപ്പ് എന്താവുന്നത്, സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡു വൈൽ എഴുതാം. അപ്പോൾ അതിന് ഡു വൈലിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ആദ്യം ഡു എന്നിടും കർലി ബ്രാക്കറ്റ്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്ത് ഇനി എന്ത് ചെയ്യും, ഈ ഡൂവിൻ്റെ അതാണ് ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് കൊടുക്കും,
വൈൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഡു വൈലിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യണം നമുക്ക്? അതിൻ്റെ വാല്യൂ ഓക്കെ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൂവിൻ്റെ ഇവിടെ വേണമെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ എന്ന് തന്നെ കൊടുക്കാം, നേരത്തെ കൊടുത്തതുപോലെ. പക്ഷെ എന്ത് ചെയ്യണം, ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നേരത്തെ പറഞ്ഞ് നമ്മൾ വൈലിലും ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, ബ്ലോക്ക് ഓഫ് കോഡ്, ആ ബ്ലോക്കിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ഡേഷനും ചെയ്യുന്നത്. ഓക്കെ, ഇനി വൈലിനെ എന്ത് ചെയ്യും, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്താണ് വന്നിട്ടുള്ളത്, ഇവിടെ നമ്മൾ ഇതിന് ശേഷം ഒരു സെമി കോളൻ കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഒന്ന് ഇപ്പോൾ കണ്ടോ, ഇപ്പോഴും 5 പ്രാവശ്യം വർക്ക് ചെയ്തു. പക്ഷേ അങ്ങനെയെങ്കിൽ എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഐൻ്റെ വാല്യൂ 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടീഷൻ എന്താ നമ്മളത്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതായത് അതായത് 1 മുതൽ 5 വരെ മാത്രമേ ഈ ഒരു കോഡ് വർക്ക് ചെയ്യുള്ളൂ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ സംഭവിക്കുക, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത്. ഇപ്പോൾ എന്ത് സംഭവിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ആദ്യം ഡൂവിൻ്റെ അകത്ത് എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ഒരു പ്രാവശ്യം വർക്ക് ചെയ്ത്, അതായത് റൺ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കണ്ടീഷൻ ചെക്ക് ചെയ്യാനും അതിനുശേഷം പിന്നെ കോഡ് റൺ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം കിട്ടണം, ഒരു പ്രാവശ്യം ഇവിടെ ഈ ഡു പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഒന്ന് നോക്കാം. കണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോഡ് ഹെലോ വേൾഡ് പ്രിൻ്റ് ചെയ്തു. എന്നിട്ട് വൈൽ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്തു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ, ഐൻ്റെ വാല്യൂ 5നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ 5 ആണോ എന്ന് ചെക്ക് ചെയ്തു. അല്ല, ഐൻ്റെ വാല്യൂ എത്രയാണ്, 10 ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തില്ല, പിന്നീട് ആ ഒരു കോഡ് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അത്രയും സിമ്പിളാണ് ഡു വൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾക്ക് വൈൽ ലൂപ്പും അതുപോലെ തന്നെ ഡു വൈലും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇപ്പോൾ വൈൽ ലൂപ്പ് നമ്മൾ പറഞ്ഞ് നേരത്തെ സിമ്പിളായിട്ട് ഫോർ ലൂപ്പിൻ്റെ അതുപോലത്തെ സെയിം എക്സാമ്പിളാണ് വെച്ച് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ള കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യാം, വൈലിന് വേറൊരു എക്സാമ്പിൾ, വൈലും അതുപോലെ തന്നെ ഫോർ ലൂപ്പും തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ ലൂപ്പിൽ നമുക്ക് ഓൾറെഡി അറിയാം, അതായത് ഏത് വരെയാണ് നമ്മുടെ കോഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം, കണ്ടീഷൻ നമുക്ക് എത്ര കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അതുപോലെയല്ല വൈൽ ലൂപ്പിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ നം അസൈൻ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മിൻ്റെ വാല്യൂ നമുക്ക് പിന്നീട് കൊടുക്കാം. ഇവിടെ പ്രിൻ്റ് എഫിൽ എൻ്റർ യൂസറിൻ്റെ കയ്യിൽ നിന്ന് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ട് യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് വാങ്ങിക്കാം, നമ്പർ വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം, 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് എന്ന് പറയാം. ഇപ്പം യൂസർ എന്ത് ചെയ്യുക, 0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് അറിയില്ല എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത കോഡൊക്കെ ഉണ്ടാവും. അതായത് എത്ര ടൈം വരെ ഈ ഒരു കോഡ് റൺ ചെയ്യിക്കണമെന്ന് നമുക്ക് കറക്റ്റ് അറിയാത്ത അങ്ങനത്തെ കോഡ് ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ കോഡ് എത്ര പ്രാവശ്യം റൺ ചെയ്യിക്കണമെന്നുള്ള കാര്യം നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതല്ലാത്ത കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുമാത്രമല്ല ഡു വൈലിന് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിൽ അറ്റ്ലീസ്റ്റ് റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡു വൈൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കംപ്ലീറ്റ് ആക്കാം. സ്കാനഫിൽ ഞാൻ എന്ത് കൊടുക്കുകയാണ്, %d എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്പേസ് ഒന്നും വേണ്ട, ഇനി ആംബ്രസൻ ഓക്കെ. യൂസർ എന്ത് ചെയ്യും, ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, സ്കാനഫിൽ സ്റ്റോർ ചെയ്യും. ഇവിടെ ഞാൻ വൈൽ കൊടുക്കുകയാണ്, അതായത് നമുക്ക് കണ്ടീഷൻ കറക്റ്റ് അറിയാത്ത കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോഴൊക്കെ ഈ ഒരു കോഡ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്ന രീതിയിൽ. ഇനി നമ്മുടെ ബ്ലോക്ക് ഓഫ് കോഡ് റൺ ചെയ്യിക്കാനുള്ള കോഡിനകത്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്, പ്രിൻ്റ് എഫിൽ എന്താ യൂസർ എൻ്റർ ചെയ്ത് ഇതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, യു എൻ്റേർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. യു എൻ്റേർഡ് ഇവിടെ %d അതുപോലെ തന്നെ /n എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇവിടെ നമ്മിലുള്ള വാല്യൂ
ഓക്കെ, യൂസർ എന്താണ് എൻ്റർ ചെയ്തിട്ടുള്ളത് ആ ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും എൻ്റർ ചെയ്യാൻ പറയാം. ഇപ്പോൾ ഇത് ഇങ്ങനെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് യൂസർ ഒരു പ്രാവശ്യം ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയും യൂസറിനോട്, 0 ആണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയും. എന്നിട്ട് യൂസർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാല്യൂ ഇതാണ് യൂസർ എൻ്റർ ചെയ്തിട്ടുള്ളത് പറയും. യൂസർ എപ്പോഴാണോ 0 എൻ്റർ ചെയ്യുന്നത് അപ്പം മാത്രമേ നമ്മുടെ വൈൽ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അതുവരെ, അതായത് കറക്റ്റ് കൃത്യമായിട്ടൊരു നമ്പറൊന്നുമില്ല എപ്പോഴാണ് നമ്മുടെ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കണ്ടീഷൻ ഇത്രയാണ്. കണ്ടീഷൻ അനുസരിച്ച് മാത്രമാണ് നമ്മുടെ വൈൽ ലൂപ്പ് റൺ ചെയ്യിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, റൺ ചെയ്ത് എൻ്റർ എ നമ്പർ 0 to സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 1 എന്ന് എൻ്റർ ചെയ്ത് ഞാൻ യു എൻ്റേർഡ് 1. വീണ്ടും എന്നോട് എന്ത് പറയുന്നത്, എൻ്റർ എ നമ്പർ 0 to സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയോ? ആ വൈൽ ലൂപ്പിനകത്ത് എന്താണ് കൊടുത്തിട്ടുള്ളത് അതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 എൻ്റർ ചെയ്ത്, അപ്പോൾ യു എൻ്റേർഡ് 2 എന്ന് പറഞ്ഞാൽ 3 കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്നോട് ഇങ്ങനെ ചോദിക്കും. 4 കൊടുത്തു കഴിഞ്ഞാൽ 4, 5. അപ്പോൾ ഇത് എന്തില്ല, സ്റ്റോപ്പില്ല. ഇത് എത്ര പ്രാവശ്യമാണോ ഞാൻ കൊടുക്കുന്നത് അത്രയും പ്രാവശ്യം ഇത് എന്ത് ചെയ്യും, റൺ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വൈൽ ലൂപ്പിൽ നമ്പർ നോട്ട് ഈക്വൽ ടു 0 ആണോ നോക്കും. അപ്പോൾ എന്താണ്, കണ്ടീഷൻ ഫോൾസ് ആവും. ആ ഒരു ടൈമിൽ പിന്നീട് അത് വർക്ക് ചെയ്യില്ല. ഞാൻ 0 ഒന്ന് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, 0 കൊടുത്തപ്പോൾ കണ്ടോ, കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. ഓക്കെ, കോഡിൻ്റെ വർക്കിംഗ് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ 0 കൊടുക്കാം. സ്റ്റാർട്ടിങ് 0 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോഴും നമ്മുടെ കോഡ് എക്സിക്യൂഷൻ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആയി. ആ വൈൽ ലൂപ്പിനകത്ത് കൊടുത്തൊന്നും എന്ത് ചെയ്തില്ല, റൺ ചെയ്തില്ല. നമ്മൾ എന്താണ് എൻ്റർ ചെയ്ത്, യു എൻ്റേർഡ് 0 എന്ന് പോലും എന്ത് ചെയ്തില്ല, ഈ ഒരു കോഡ് നമുക്ക് കാണിച്ചു തന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, വൈൽ ലൂപ്പിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ്, അത് തമ്മിൽ കണ്ടിന്യൂം അതുപോലെ തന്നെ ബ്രേക്കും. പലർക്കും എന്താണ് ഡൗട്ടാണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഇവിടെ ഇൻ്റെ ഐ അസൈൻ എന്ത് ചെയ്യാം, നമുക്ക് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ വാല്യൂ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെ. ഇതൊരു എക്സാമ്പിളിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 10 വരെ നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കും. ഇവിടെ ഇഫ് കണ്ടീഷനകത്ത് നമുക്ക് ആദ്യം ഏതാ നോക്കേണ്ടത്, ബ്രേക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ i ഈക്വൽ ടു 5, ഐൻ്റെ വാല്യൂ 5 ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഞാൻ പറഞ്ഞുതരാം. ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞുതരാം. ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. i ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ലൂപ്പ് എത്ര പ്രാവശ്യമേ വർക്ക് ചെയ്യുള്ളൂ, ഐൻ്റെ വാല്യൂ 5 ആകുന്നത് വരെ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ നമ്മളെ അടുത്ത് ശരിക്കും എത്ര പ്രാവശ്യം നമുക്ക് കണ്ടീഷന് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 വരെ എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ്. പക്ഷേ ഐൻ്റെ വാല്യൂ 5 എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു ലൂപ്പിന് നേരെ പുറത്തോട്ട് പോകും, എക്സിറ്റ് ആവും. പക്ഷെ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫിൽ എന്ത് കൊടുക്കാം, %d നമുക്ക് ഐൻ്റെ വാല്യൂ തന്നെ കൊടുക്കാം, /n എന്ന് കൂടി കൊടുക്കാം. നെക്സ്റ്റ് ലൈനിൽ കാണിക്കും നമുക്ക് ഐ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 1 2 3 4 വരെ ഉള്ളൂ. 5 എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അതിൻ്റെ താഴെയാണ് പ്രിൻ്റ് എഫ് വരുന്നത്. ആ പ്രിൻ്റ് എഫ് പോലും എന്ത് ചെയ്തിട്ടില്ല, പ്രിൻ്റ് ചെയ്തിട്ടില്ല. നേരെ എന്ത് ചെയ്യും, 4 വരെ പ്രിൻ്റ് ചെയ്തപ്പോൾ തന്നെ എന്ത് ചെയ്തു, കോഡിൻ്റെ വർക്കിംഗ് കഴിഞ്ഞു. ഇതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എവിടെ വെച്ചാണോ നിങ്ങളുടെ കോഡ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ബ്രേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോർ ലൂപ്പിനകത്തോട്ട് നേരെ എന്ത് ചെയ്യും, ഫോർ ലൂപ്പിനകത്ത് നിന്ന് പുറത്തോട്ട് പോകും. ഫോർ ലൂപ്പ് പിന്നെ എന്ത് ചെയ്യില്ല, റൺ ചെയ്യില്ല. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇനി ഈ ബ്രേക്കിന് പകരം തന്നെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യം എന്താ കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, കറൻറ്റ് ഐറ്ററേഷൻ എവിടെയാണ് എത്തിയിട്ടുള്ളത് അതിനെ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ ഐ ഈക്വൽ ടു നമ്മൾ ഇഫ് കണ്ടീഷനകത്ത് കൊടുത്തിട്ടുള്ളത് ഐ ഈക്വൽ ടു 5 ആണെങ്കിൽ കണ്ടിന്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, താഴെ പ്രിൻ്റ് എഫ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യില്ല, പ്രിൻ്റ് ചെയ്യിക്കില്ല. നേരെ എന്ത് ചെയ്യും, ഫോർ ലൂപ്പ് വീണ്ടും നെക്സ്റ്റ് ഐ എന്ത് ചെയ്യും, ++ ആയിട്ട് അടുത്തത് വർക്ക് ചെയ്യും. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം സ്കിപ്പിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 2 3 4 5 എന്ത് ചെയ്തിട്ടില്ല, പ്രിൻ്റ് തന്നെ ചെയ്തിട്ടില്ല. നേരെ എന്ത് ചെയ്തു, 6 പോയി, 7 8 9 10 എന്നിങ്ങനെ ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോർ ലൂപ്പിൻ്റെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കണ്ടിന്യൂ അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഒക്കെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തോ. എന്നിട്ട് അവിടെ ഡൗട്ട്സ് ഒക്കെ വന്ന് ചോദിച്ചാൽ അവിടെ ഒരുപാട് പേര് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. വീഡിയോ ഇത്തിരി ലെങ്തി ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ